നമ്മൾ കണ്ണൂരേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ഒരു കൗതുകം നിറഞ്ഞ ഒരു വാർത്ത ഇന്ന് കാണാനും ശ്രമിക്കാനും ഒക്കെ കഴിഞ്ഞു. സിറ്റി പോലീസ് ആസ്ഥാനത്ത് അതിക്രമിച്ച് കയറി പിറന്നാൾ ആഘോഷം കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസുമെടുത്തിട്ടുണ്ട്. അധികമായാൽ അമൃതം വിഷമാണ്. അതായത് ഈ ടെക്നോളജികളുടെയൊക്കെ തന്നെ ഈ കുത്തൊഴുക്കിൽ അങ്ങനെ വികസിക്കുമ്പോൾ അതിൻ്റെ അപാരതയിൽ പല കമ്പങ്ങളും തോന്നുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിയമം കയ്യിലെടുക്കുന്ന ഒരു രീതിയാണ്. തീർച്ചയായും നമുക്ക് എന്താണ് ഇതിൻ്റെ, എന്നെ പോലെയാണോ നിങ്ങളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? നമുക്ക് ഡെസ്കിൽ നിന്ന് അഭിപ്രായം ചോദിക്കാം. സൗമ്യ കൃഷ്ണൻ ചെയ്യുന്നുണ്ട്. സൗമ്യ, ദിസ് ഈസ് റോങ് എന്ന് പലവട്ടം പറയേണ്ടി വരുന്ന ഒരു റിപ്പോർട്ടല്ലേ ഇത്? ഇത് കാണുമ്പോൾ നോക്കൂ, ഈ ഒരു പിറന്നാൾ ആഘോഷമായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ പിറന്നാൾ ആഘോഷം. ആ പിറന്നാൾ ആഘോഷത്തിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നൽകാൻ വേണ്ടി കാട്ടിക്കൂട്ടിയതാണ്. എന്താണ് ശരിക്കും ഇതിന് പിന്നിൽ സംഭവിച്ചത്? എന്താണ് സൗമ്യയ്ക്ക് വ്യക്തിപരമായി ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വിവരിക്കാനുള്ളത്, വിശകലനം ചെയ്യാനുള്ളത്? വളരെ രസകരമെന്ന് തോന്നി അവർ ചെയ്തൊരു സാധനമാണ്. ഒരു രസത്തിന്, ഒരു പിറന്നാൾ ആഘോഷത്തിന് ഒരു സുഹൃത്തിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി സുഹൃത്തിനോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ എത്തണം, എന്തോ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തണം എന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷന് ചേർന്ന് തന്നെയാണ് ഈ ആസ്ഥാനവും ഉള്ളത്. അവിടേക്ക് എത്തണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ കുറച്ച് പേര് അവിടെ ചെന്ന് സർപ്രൈസായി ഒരു കേക്ക് മുറിക്കുന്നു. വളരെ ലളിതമെന്ന് തോന്നാം, പക്ഷേ ആലോചിക്കണം, പോലീസ് ആസ്ഥാനമാണ്. അത് 2 കാര്യങ്ങളാണ്. ഇത് രസകരമെന്നൊക്കെ തോന്നിയാലും വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം നമ്മൾ വളരെ സുരക്ഷിതമായി സുരക്ഷ പാലിക്കേണ്ട ഒരു സ്ഥലമാണ്. ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇതിനടുത്താണെന്നാണ് ഇപ്പൊ നമ്മുടെ റിപ്പോർട്ടർ ഫെലിക്സ് നേരത്തെ സംസാരിക്കുന്നത് കേട്ടത്. പോലീസുകാരൻ കുറ്റക്കാരാണ്. കാരണം അവിടെ പ്രധാന ഒരു സ്ഥലമാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു കയറുന്നത് തന്നെ ഒരു ക്രൈമാണ്. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ പ്രധാനമായും സൂക്ഷിച്ചിരിക്കുന്ന ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ഒരിടമാണ്. അപ്പോൾ അവിടെ സുരക്ഷയില്ല. അപ്പോൾ നാളെ ഇതുപോലെ ആരെങ്കിലും കടന്നു കയറിയാൽ പോലീസാണെന്ന് പറഞ്ഞ് പറ്റിച്ചാണ് അകത്ത് കയറുന്നത്. അത്ര എളുപ്പമാണോ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പ്രവേശിക്കാൻ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നില്ല. സ്വാഭാവികമായ ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് തോന്നിയതാണ്. അത്ര പെട്ടെന്ന് ഒരു പോലീസുകാരെ തെറ്റിദ്ധരിപ്പിച്ച് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുമോ? പിന്നെ അകത്തേക്ക് കയറിയാൽ തന്നെ ആ ദൃശ്യങ്ങളൊക്കെ വളരെ ലളിതമായി ഇവർ തന്നെ പ്രചരിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് തന്നെ അത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അയ്യോ, പോലീസ് സ്റ്റേഷനിൽ ഇത് കളിക്കുള്ള സ്ഥലം അല്ലല്ലോ എന്ന് നമുക്ക് വളരെ കുട്ടികൾക്ക് പോലും തോന്നുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് അവർക്ക് തോന്നിയില്ലേ ഇത് പ്രചരിപ്പിക്കുമ്പോഴും ഇത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോഴും? ഇതിനകത്തൊരു മറ്റൊരു വശമുണ്ടെന്ന് തോന്നുന്നു. നമ്മളൊരു ഈ സംഭവത്തെ ഒരു ജനറൽ ആസ്പെക്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, കാരണം ഈ റീൽസ് പല രീതിയിലാണ്. ആളുകൾ ശ്രദ്ധിക്കപ്പെടണം. ഇൻസ്റ്റയിലോ മറ്റേ അല്ലെങ്കിൽ നമ്മുടെ FBയിലോ എവിടെയെങ്കിലും റീൽസ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെയുള്ള കടുങ്കൈ തിരഞ്ഞെടുക്കുന്നത്? അതൊന്ന്. രണ്ടി പറയുന്ന കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്നൊക്കെ കർശന വ്യവസ്ഥയാണ്. ഇപ്പോൾ പോലീസ് സേനയിൽ പോലും വനിതാ പോലീസുകൾ റീൽസ് എടുത്ത് കഴിഞ്ഞ ആഴ്ച പ്രചരിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇതെല്ലാ മേഖലയിലും ഇപ്പോൾ ഈ ജനറൽ ആസ്പെക്റ്റിലൂടെ നമുക്ക് ചിന്തിച്ചാൽ തീർച്ചയായും ഒന്ന്, നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്നതും എല്ലാ സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും റെക്കോർഡ് ചെയ്യുന്നത് നമുക്കൊരു ശീലമായി മാറിക്കഴിഞ്ഞു. അത് കൂടാതെ വൈറലാവുക, ഇനി അടുത്ത സ്റ്റെപ്പ് വൈറലാണ്. ഇതുവരെ നമുക്ക് റെക്കോർഡ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ നമുക്ക് അതുപോലെ എല്ലാ കാര്യങ്ങളും വൈറലാവണം. അപ്പൊ എങ്ങനെ എത്ര പേരിലേക്ക് അധികം എത്താൻ പറ്റുമോ അത്രയും പേരിലേക്ക് എത്തണം. അല്ലെങ്കിൽ ഒരു റീൽസ് ഇടാറില്ലേ? ഞാൻ റീൽസ് എടുക്കുന്ന ആളല്ല. തമാശയ്ക്ക് വളരെ ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും റീലൊക്കെ എടുത്താലായി, അല്ലാണ്ട് പേഴ്സണൽ സ്പേസിലേക്ക് അല്ലാതെ പ്രൈവസി കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. തീർച്ചയായും അങ്ങനെ പ്രത്യേക അറ്റൻഷൻ ഈ കാണിച്ചിങ്ങനെ കാട്ടിക്കൂട്ടൽ നടത്തുന്ന ആളുകളോട് പറയാനുള്ളത്. കാരണം നമുക്കറിയാലോ റീൽസ് എടുക്കാൻ വേണ്ടി എത്ര പേരെ മരണപ്പെട്ടു തന്നെ. വളരെ ക്രിയേറ്റീവായി ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. വളരെ രസകരമായി ഇത് ഉപയോഗിക്കുന്ന അത് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഒന്നേ പറയാനുള്ളൂ, കാരണം ഇത്തരം കാട്ടിക്കൂട്ടലുകൾ അത് ശരിയല്ല, ശരികേടാണ്. നിയമം കയ്യിലെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കണ്ണൂരിൽ കാണിച്ചിരിക്കുന്നത്.